ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ 19-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSCയുടെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോള്യങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ഈ ഒരു CPO എക്സാമിനുള്ള 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ടാലന്റ് ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നത്. മാത്രമല്ല ന്യൂ SCRT പാഠഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ PYQസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1650 രൂപയാണ്. നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ ഓഫറിൽ ലഭ്യമാണ്. ഈ ഒരു ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക്, ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ, ഈ CPO റാങ്ക് ഫയലാണ് ആവശ്യമെന്നുള്ള കാര്യം പറഞ്ഞാൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഈ ഒരു എക്സാമിനുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. നിങ്ങൾക്ക് 230 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് എൻക്വയറി ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബുക്കിൽ മുൻകാല വർഷങ്ങളിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ വരുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ബുക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് ഉടൻ തന്നെ ഈ ഒരു താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ഏതാണെന്ന് നോക്കാം. IUCN സ്പീഷ്യസ് സർവൈവൽ കമ്മീഷന്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. ഓർത്ത് വെക്കാം, വിവേക് മേനോൻ ആണ്. ആരാണ്? വിവേക് മേനോൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തിൻ്റെയാണെന്ന് ഓർത്ത് വെക്കുക. ഏത് പോസ്റ്റിലേക്കാണ്? IUCN-ന്റെ ആണ്. എന്താണ്? IUCN-ന്റെ സ്പീഷ്യസ് സർവൈവൽ കമ്മീഷനിലേക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് എന്നുള്ള നേട്ടവും കൂടി കൈവരിച്ചിരിക്കുകയാണ്. എന്താണ്? ഈ ഒരു സ്ഥാനത്തേക്ക്, ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന ഏഷ്യക്കാരനാണ്, ആദ്യത്തെ ഏഷ്യക്കാരനാണ്. ആരാണ്? വിവേക് മേനോൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അദ്ദേഹം ഒരു ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകനും അതേപോലെ നിരൂപകനും എഴുത്തുകാരനുമാണ്. അദ്ദേഹം IUCN-ന്റെ പൂർണ്ണരൂപം നമുക്കറിയാം. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ സ്പീഷ്യസ് സർവൈവൽ കമ്മീഷന്റെ ചെയർമാനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ആരാണ് ആ വ്യക്തി? വിവേക് മേനോൻ ആണ്. ഇനി ഒരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. എന്തിന്റെ റിപ്പോർട്ടാണ്? കാട്ടാനകളുടെ എണ്ണങ്ങളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ കാട്ടാനകളുടെ എണ്ണത്തെ കുറിച്ചിട്ടുള്ള ഒരു സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം 2025 പുറത്തു വന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ കാട്ടാനകളുടെ എണ്ണം എത്രയെന്നാണ്. ഓർത്ത് വെക്കുക, 22,446 ആണ്. എത്രയാണ്? 22,446 കാട്ടാനകളാണ് ഇന്ത്യയിൽ ഉള്ളതെന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. 2025 പുറത്തു വന്ന റിപ്പോർട്ടാണ്. 2025 പുറത്തു വന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? കാട്ടാനകളുടെ എണ്ണമാണ്. എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 22,446 കാട്ടാനകളാണ് ഇന്ത്യയിലുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2017 ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എത്ര കാട്ടാനകളാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഒരു റിപ്പോർട്ടിൽ 2017 എത്രയാണെന്നാണ് പറയുന്നത്? 27,312 കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2017 എത്രയായിരുന്നു? അത് എത്രയായിരുന്നു കാട്ടാനകളുടെ എണ്ണം? 27,312 ആയിരുന്നു. ഇപ്പോഴെന്താണ്? 22,446 ആയിരിക്കുകയാണ്. ഇനി ഈ ഒരു റിപ്പോർട്ട് എന്താണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം. സിൻക്രണൻസ് ഓഫ് എന്താണെന്ന് ഓർത്ത് വെക്കുക. സിൻക്രണൻസ് ഓഫ് ഓൾ ഇന്ത്യ പോപ്പുലേഷൻ എസ്റ്റിമേറ്റ് ഓഫ് എലിഫൻസ് എന്നുള്ള റിപ്പോർട്ടാണ്. 2021-2025 റിപ്പോർട്ടാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. എന്താണ്? 2021-2025 റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പുറത്തു വന്നത് എപ്പോഴാണ്? 2025 ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. ഇനി ഈ ഒരു റിപ്പോർട്ടിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് DNA അടിസ്ഥാനമാക്കി നടത്തിയ ആദ്യ സർവേ ആണിത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് DNA അടിസ്ഥാനമാക്കി നടത്തിയ ആദ്യ സർവേ ആണിത്. അതിൻ പ്രകാരമുള്ള റിപ്പോർട്ടാണിത്. റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ കാട്ടാനകളുടെ എണ്ണം എത്രയാണ്? 22,446 ആണ്. ഇനി മഹാരാഷ്ട്രയിലെ ചില ബീച്ചുകളെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ബീച്ചുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകളാണ്. എന്താണ് പ്രത്യേകത? അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് 2025 ഒക്ടോബറിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ബീച്ചുകളാണ്. ബീച്ചുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ബീച്ചുകൾ മഹാരാഷ്ട്രയിലാണ്. 5 ബീച്ചുകൾക്കാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. 5 ബീച്ചുകൾക്കാണ് ഈ അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ആ 5 ബീച്ചുകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ആ ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓർത്തു വെക്കാം. റായ്ഗഡ് ജില്ലയിലെ, മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ 2 ബീച്ചുകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ശ്രീവർദ്ധൻ അതേപോലെ നാഗോൺ എന്നിങ്ങനെ 2 ബീച്ചുകളുണ്ട്. അതേപോലെ പാൽഘറിലെ പർണക, എന്താണ് പർണക എന്നുള്ളൊരു ബീച്ചുണ്ട്. ഇനി രത്നഗിരി ജില്ലയിലെ ഗുഹാഗർ അതേപോലെ ലാഡ്ഗർ എന്നീ ബീച്ചുകളുമുണ്ട്. അങ്ങനെ 5 ബീച്ചുകളാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള 5 ബീച്ചുകൾക്കാണ് ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്നത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിൽ ആണ്. എന്താണ്? ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ശുചിത്വം, സൗന്ദര്യം അതേപോലെ പരിസ്ഥിതി സുസ്ഥിരത തുടങ്ങിയ 33 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫൗണ്ടേഷൻ, ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ ഈ ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. അപ്പോൾ അടുത്തിടെ ഈ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്ന ബീച്ചുകൾ, ഇന്ത്യയിലെ 5 ബീച്ചുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ചില നോട്ടിഫിക്കേഷൻസ് അടുത്തിടെ PSCയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെ അപ്ലൈ ചെയ്തവർ അത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഇനി നിങ്ങളുടെ പഠിത്തം കൂടുതൽ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ട്, നല്ലതുപോലെ പരിശീലിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ടാലന്റ് അക്കാദമിയുടെ ക്ലാസ്സുകൾ. അപ്പോൾ മികച്ച രീതിയിൽ പരിശീലനം ആരംഭിക്കാൻ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു ഡിഗ്രി ലെവൽ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു റിപ്പോർട്ടാണ്, ഒരു റാങ്കിംഗ് ആണ്. 2025 ഒക്ടോബറിലെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നാണ് ഓർത്ത് വെക്കാം. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ് ഈ ഒരു ഇൻഡെക്സ്. 2025 ഒക്ടോബറിലെ ഇൻഡെക്സ് ആണ് നമ്മൾ നോക്കുന്നത്, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. ഈ ഒരു ഇൻഡെക്സ് എന്താണ്? എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? ഇപ്പോൾ താഴത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1ാം സ്ഥാനത്തുള്ളത് എന്തായാലും ഓർത്ത് വെക്കുക, സിംഗപ്പൂരാണ് 1ാം സ്ഥാനത്തുള്ളത്. 2ാം സ്ഥാനത്തുള്ളത് ദക്ഷിണ കൊറിയയാണ്. 1ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്, 2ാം സ്ഥാനത്ത് എന്താണ്? ദക്ഷിണ കൊറിയയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി 3ാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. 3ാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? ജപ്പാനാണ് 3ാം സ്ഥാനത്തുള്ളത്. ഇനി ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 85ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 85ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. 85ാം സ്ഥാനത്ത് ഇന്ത്യയോടൊപ്പം മറ്റൊരു രാജ്യവും കൂടിയുണ്ട്, മൗറിറ്റാനിയ. മൗറിറ്റാനിയ എന്ന രാജ്യവും ഇന്ത്യയുടെ ഒപ്പം 85ാം സ്ഥാനം പങ്കിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയത് ഏത് ഇൻഡെക്സ് ആണ്? 2025 ഒക്ടോബറിലുള്ള ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്, 2ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ്, 3ാം സ്ഥാനത്ത് ജപ്പാനാണ്. ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 85ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇനി യുനെസ്കോയുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക വസ്തുക്കൾക്കായുള്ള ആദ്യത്തെ ആഗോള പ്ലാറ്റ്ഫോമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്താണ്? മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആഗോള പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നത്. അത് ആരാണ് രൂപീകരിച്ചിരിക്കുന്നത്? യുനെസ്കോയാണ്. അതിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്യാം. യുനെസ്കോ വെർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. ഈ ഒരു പേര് മാത്രം പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതും മനസ്സിലാകും. യുനെസ്കോ വെർച്വൽ മ്യൂസിയം ഫോർ സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക വസ്തുക്കൾക്കായിട്ടുള്ളതാണ്. ഇനി ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആഗോളതലത്തിലുള്ള പ്ലാറ്റ്ഫോം രൂപീകരിക്കുന്നത്. ആരാണ് രൂപീകരിച്ചത്? യുനെസ്കോയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു വെർച്വൽ മ്യൂസിയം പ്ലാറ്റ്ഫോം രൂപീകരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തെന്നാൽ ഇനി വരുന്ന തലമുറയ്ക്കും ഇതേപോലെയുള്ള വസ്തുക്കൾ, അതായത് നമ്മുടെ സാംസ്കാരിക വസ്തുക്കൾ അതെന്താണ് ഇങ്ങനെ മോഷ്ടിക്കുന്നതും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലൊരു വെർച്വൽ മ്യൂസിയം ആരംഭിക്കുന്നത്. ആരാണ് ആരംഭിച്ചതെന്ന് ഓർത്തു വെക്കുക, യുനെസ്കോയാണ്. അതിൻ്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക, യുനെസ്കോ വെർച്വൽ മ്യൂസിയം ഓഫ് ദി സ്റ്റോളൻ കൾച്ചറൽ ഒബ്ജക്ട്സ് എന്നുള്ളതാണ്.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതെന്നാണ്. ഓർത്തുവെക്കാം, തേജസ് MK-1A എന്നുള്ളതാണ്. എന്താണ്? തേജസ് MK-1A എന്നുള്ള ഒരു യുദ്ധവിമാനമാണ് വികസിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു യുദ്ധവിമാനമാണ്. ആരാണ് നിർമ്മിച്ചതെന്ന് ഓർത്തു വെക്കുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചിട്ടുള്ള ഒരു ലൈറ്റ്, ഓർത്തു വെക്കുക, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ്. എന്താണ്? തേജസ് MK-1A എന്നുള്ളത്. ഇതിന്റെ ആദ്യ പറക്കൽ സാധ്യമാക്കിയിരിക്കുന്നത് നാസിക്കിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എവിടെ വെച്ചാണ് ആദ്യ പറക്കൽ നടന്നത്? നാസിക്കിൽ വെച്ചിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിലാണ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു തേജസ് MK-1A ആദ്യ പറക്കൽ നടന്നത്. ഉടൻ തന്നെ നമ്മുടെ PSCയുടെ LGS എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ ഇപ്പോൾ ടാലന്റ് അക്കാദമി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയിൽ ജോയിൻ ചെയ്യുക. ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ്. ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ റാങ്ക് ഫെയിലും ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഒരു ദീപാവലി ഓഫർ വന്നിരിക്കുകയാണ്. ഇനി ഇപ്പോഴുള്ള ഈ ഒരു ദീപാവലി ഓഫർ വേഗം തന്നെ സ്വന്തമാക്കുക. അതായത് ടാലന്റ് അക്കാദമിയുടെ ഓൺലൈനായും ഓഫ്ലൈനായും കോഴ്സുകളിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഫ്രീ റാങ്ക് ഫെയിൽ ലഭ്യമാവുന്നതാണ്. ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്, ദീപാവലി ഓഫർ ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു ഓഫർ സ്വന്തമാക്കി ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയുടെ ഈ ഒരു ഓഫ്ലൈൻ ഓൺലൈൻ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് ഇതാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യ ഉഭയകക്ഷി നാവിക അഭ്യാസത്തിന്റെ വേദിയാണ് നമ്മൾ നോക്കുന്നത്. ഓർത്തുവെക്കാം, ബുസാനിൽ വെച്ചാണ് നടക്കുന്നത്. എവിടെയാണ്? ബുസാനിൽ വെച്ചിട്ടാണ് ഈ ഒരു നാവിക അഭ്യാസം നടക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യയും അതേപോലെ ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ഉഭയകക്ഷി നാവിക അഭ്യാസമാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ബുസാനിൽ വെച്ചാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഓർത്തു വെക്കുക, INS സഹ്യാദ്രി, ഇന്ത്യയുടെ INS സഹ്യാദ്രി എന്നാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. സഹ്യാദ്രി എന്നാണ് ഈ ഒരു നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബുസാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് 2025 നടക്കുന്നത്. വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക, ബുസാനാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് 2025 ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെയെന്നാണ്. ഓർത്തു വെക്കുക, INS അഭയും അതേപോലെ INFACT 82 എന്നീ കപ്പലുകളാണ്. എന്താണ്? INS അഭയും അതേപോലെ INFACT 82 എന്നിവയാണ് ഡീകമ്മീഷൻ ചെയ്തിരിക്കുന്നത്. 2025 ഒക്ടോബറിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എപ്പോഴാണ്? 2025 ഒക്ടോബറിലാണ് ഈ കപ്പലുകൾ ഡീകമ്മീഷൻ ചെയ്തത്. ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദിയാണ്. അപ്പോൾ ജയ്പൂരിൽ വെച്ചാണ് ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നത്. 2025 ഓർത്ത് വെക്കുക. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദിയാണ്. എവിടെയാണ്? ജയ്പൂരിലാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഗെയിം അടുക്കുമ്പോഴത്തേക്കും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഭാഗ്യചിഹ്നം, മറ്റുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പോഴെന്തായിരിക്കും വേദി എന്താണെങ്കിലും ഓർത്തു വെച്ചേക്കുക. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടക്കുന്നത് ജയ്പൂരിൽ വെച്ചാണ്. ഉടൻ തന്നെ വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫെയിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. 3 വോള്യങ്ങളായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫെയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു ടാലന്റിന്റെ റാങ്ക് ഫെയിൽ സ്വന്തമാക്കുക. റാങ്ക് ഫെയിൽ സ്വന്തമാക്കാനായി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. IUCN സ്പീഷീസ് സർവൈവൽ കമ്മീഷന്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് നമ്മൾ നോക്കിയത്. വിവേക് മേനോൻ ആണ് ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലെത്തിയ ആദ്യ ഏഷ്യക്കാരനാണ് അദ്ദേഹം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു. 2025 പുറത്തു വന്ന ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യയിലെ കാട്ടാനകളുടെ എണ്ണം എത്രയെന്ന് ഈ ഒരു റിപ്പോർട്ടിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 22,446 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് 2021-25 വർഷത്തെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച 5 ബീച്ചുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ്. മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5 ബീച്ചുകളും മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഡെൻമാർക്കിലെ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ 5 ബീച്ചുകൾക്കാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മറ്റൊരു ഇൻഡെക്സ് ആയിരുന്നു. ഒരു ഇൻഡെക്സ് റിപ്പോർട്ടാണ് നോക്കിയത്. 2025 ഒക്ടോബറിലെ
ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് നോക്കിയത്. ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്, രണ്ടാം സ്ഥാനത്ത് സൗത്ത് കൊറിയയാണ്, മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജപ്പാനാണ്. ഇനി ഇന്ത്യയുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 85ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ആഗോള പ്ലാറ്റ്ഫോം ആയിരുന്നു, ഒരു വെർച്വൽ മ്യൂസിയം ആയിരുന്നു. എന്താണ്? മോഷ്ടിക്കപ്പെട്ട സാംസ്കാരിക വസ്തുക്കൾക്കായുള്ള ആദ്യത്തെ ആഗോള പ്ലാറ്റ്ഫോം സ്ഥാപിതമായിരിക്കുകയാണ്. അപ്പോൾ യുനെസ്കോയാണ് ഇത്തരത്തിൽ എന്താണ് ഒരു വെർച്വൽ മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. യുനെസ്കോ വെർച്വൽ മ്യൂസിയം ഓഫ് സ്റ്റോളൻ കൾച്ചർ ഒബ്ജക്ട്സ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനം ഏതെന്നാണ്. തേജസ് MK1A എന്നുള്ള യുദ്ധവിമാനമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണിത്. ഇനി ആരാണ് നിർമ്മിച്ചതെന്ന് ഓർത്തു വെക്കുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ ഒരു യുദ്ധവിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു നാവികാഭ്യാസത്തിന്റെ വേദിയാണ്. ബുസാനാണ് വേദിയായി വരുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതാണ്? ഇന്ത്യയും അതേപോലെ ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി നാവികാഭ്യാസമാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ബുസാനിൽ വെച്ചാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കിയത് 2025 ഒക്ടോബറിൽ ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന കപ്പലുകൾ ഏതൊക്കെയെന്നാണ്. INS അഭയും അതേപോലെ INFAC T82 എന്നിവയാണ് 2025 ഒക്ടോബറിലാണ് ഡീകമ്മീഷൻ ചെയ്തത്. ശേഷം നോക്കിയ പോയിന്റ് ഒരു വേദിയായിരുന്നു. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2025 സ്കൂൾ ഒളിമ്പിക്സ് ഗുഡ്വിൽ അംബാസഡർ ആരെന്നാണ്? ഓപ്ഷൻ എ കീർത്തി സുരേഷ്, ഓപ്ഷൻ ബി മഞ്ജു വാര്യർ, ഓപ്ഷൻ സി കല്യാണി പ്രിയദർശൻ, ഓപ്ഷൻ ഡി സുപ്രിയ മേനോൻ. അടുത്ത ചോദ്യം ഇതാണ്. സമുദ്ര ശക്തി 2025 വേദി എവിടെയെന്നാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി കൽക്കത്ത, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ഈജിപ്തിൽ വെച്ചാണ് ഇതിനായിട്ടുള്ള ഉച്ചകോടി നടന്നത്. അടുത്ത ചോദ്യം ഇതായിരുന്നു. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ കിരീടം നേടിയത് ആരെന്നാണ്? തമിഴ്നാടാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.